നമസ്കാരം. ശശി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർവ്വദേശീയ തൊഴിലാളി ദിനമായ മെയ് 1 ഈ തൊഴിലാളി ദിനമായ മെയ് 1 ചടയമംഗലത്ത് AITCയും CITയുടെയും സംയുക്തത്തിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ മെയ് ദിന റാലിയുടെയും പൊതുസമ്മേളനത്തിന്റെയും തത്സമയം ശശി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ തത്സമയത്തിലേക്ക് സ്വാഗതം. ചടയമംഗലത്ത് AITCയും CITയുടെയും സംയുക്ത മെയ് ദിന റാലിയും പൊതുസമ്മേളനം തത്സമയത്തിലേക്ക് ഏവർക്കും സംയുക്ത ട്രേഡ് യൂണിയൻ സിന്ദാബാദ്. മെയ് 1 സിന്ദാബാദ്. മെയ് 1 സിന്ദാബാദ്. മെയ് ദിന റാലി സിന്ദാബാദ്. മെയ് ദിന റാലി സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. മെയ് 1 സിന്ദാബാദ്. മെയ് ദിന റാലി സിന്ദാബാദ്. അഖില ലോക തൊഴിലാളികളെ, അഖില ലോക തൊഴിലാളികളെ, സംഘടിക്കൂ ശക്തരാകൂ, സംഘടിക്കൂ ശക്തരാകൂ. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. വൈദിനം നീനായി വാഴാട്ടെ, വൈദിനം നീനായി വാഴാട്ടെ. സിന്ദാബാദ്. 8 മണിക്കൂർ ജോലിക്കാദ്യം, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം, ആവശ്യങ്ങൾ നേടാനായി ലോകത്താദ്യം ചിക്കാഗോയിൽ, ലോകത്താദ്യം ചിക്കാഗോയിൽ തെരുവിലിറങ്ങി പോരാടി, തെരുവിലിറങ്ങി പോരാടി ധീരരക്തസാക്ഷികളായി തൊഴിലാളികൾക്ക് അഭിവാദ്യങ്ങൾ, തൊഴിലാളികൾക്ക് അഭിവാദ്യങ്ങൾ, അഭിവാദ്യത്തിൻ ചോരപ്പൂക്കൾ. ഇൻകുലാബ് സിന്ദാബാദ്. മെയ് ദിനം സിന്ദാബാദ്. മെയ് ദിന റാലി സിന്ദാബാദ്. മെയ് ദിന റാലി സിന്ദാബാദ്. മെയ് ദിനം നീനാൾ വാഴട്ടെ, മെയ് ദിനം നീനാൾ വാഴട്ടെ. അഖില ലോക തൊഴിലാളികളെ, അഖില ലോക തൊഴിലാളികളെ, സംഘടിക്കൂ ശക്തരാകൂ, സംഘടിക്കൂ ശക്തരാകൂ. ഇൻകുലാബ് സിന്ദാബാദ്. സംയുക്ത ട്രേഡ് യൂണിയൻ സിന്ദാബാദ്. സംയുക്ത ട്രേഡ് യൂണിയൻ സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. മെയ് ദിനം സിന്ദാബാദ്. മെയ് ദിന റാലി സിന്ദാബാദ്. മെയ് ദിന റാലി സിന്ദാബാദ്. അഖില ലോക തൊഴിലാളികൾ, അഖില ലോക
കേക്കാം മറ്റേ ഗിബലില്ലേ വേണ്ട പിടിച്ചോ 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 പിടിക്കാൻ നടക്കുന്നുണ്ടാവും അതെ ഞാൻ 8 മണിക്കൂർ ജോലിക്കാദ്യം 8 മണിക്കൂർ ജോലിക്കാദ്യം 8 മണിക്കൂർ ജോലിക്കാദ്യം 8 മണിക്കൂർ ജോലിക്കാദ്യം 8 മണിക്കൂർ വിശ്രമം 8 മണിക്കൂർ വിശ്രമം 8 മണിക്കൂർ വിനോദം 8 മണിക്കൂർ വിനോദം ആവശ്യങ്ങൾ നേടാനായി ആവശ്യങ്ങൾ നേടാനായി ആവശ്യങ്ങൾ നേടാനായി ആവശ്യങ്ങൾ നേടാനായി ലോകത്താദ്യം ചിക്കാഗോയിൽ ലോകത്താദ്യം ചിക്കാഗോയിൽ അഭിവാദ്യത്തിൻ ചോരപ്പൂക്കൾ അഭിവാദ്യത്തിൻ ചോരപ്പൂക്കൾ അഭിവാദ്യത്തിൻ ചോരപ്പൂക്കൾ അഭിവാദ്യത്തിൻ ചോരപ്പൂക്കൾ സിന്ദാബാദ് 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 സംയുക്ത ട്രേഡ് യൂണിയൻ സിന്ദാബാദ് സംയുക്ത ട്രേഡ് യൂണിയൻ സിന്ദാബാദ് മെയ് 1 സിന്ദാബാദ് മെയ് 1 സിന്ദാബാദ് മെയ് ദിനം സിന്ദാബാദ് മെയ് ദിനം സിന്ദാബാദ് മെയ് ദിനം നീളാൽ വാഴട്ടെ മെയ് ദിനം നീളാൽ വാഴട്ടെ മെയ് ദിനം നീളാൽ വാഴട്ടെ മെയ് ദിനം നീളാൽ വാഴട്ടെ മെയ് ദിന റാലി സിന്ദാബാദ് മെയ് ദിന റാലി സിന്ദാബാദ് അഖില ലോക തൊഴിലാളികളെ അഖില ലോക തൊഴിലാളികളെ അഖില ലോക തൊഴിലാളികളെ അഖില ലോക തൊഴിലാളികളെ സംഘടിക്കൂ ശക്തരാകൂ സംഘടിക്കൂ ശക്തരാകൂ സംഘടിക്കൂ ശക്തരാകൂ ഒട്ടിച്ചെറിയൂ ചങ്ങലകൾ ഒട്ടിച്ചെറിയൂ ചങ്ങലകൾ ഒട്ടിച്ചെറിയൂ ചങ്ങലകൾ ഒട്ടിച്ചെറിയൂ ചങ്ങലകൾ പോട്ടെ ഇങ്ങോട്ട് പോട്ട്
അവിടെ ഒന്നിച്ച് വെച്ചോടാ, അവിടെ ഒന്നിച്ച് പഠിപ്പിക്കാൻ നോക്കി. അങ്ങോട്ട് ചെന്നിട്ട് ചൂട്ടാവാ. ഓഹോ വേണ കസരണ്ണ കസരട് സാഗണെ ഈ വേദിന റാലിയിൽ പങ്കെടുത്ത മുഴുവൻ സഹാക്കളും ഇവിടെ നിരത്തിയിട്ടുള്ള കസേരകൾ വന്നിരിക്കണമെന്ന് അറിയിക്കുകയാണ്. നമുക്ക് പുതിയ ആരോഗ്യമായിട്ടുള്ള എല്ലാ സഹാക്കളും പുറകിൽ നിൽക്കുന്ന എല്ലാ സഹാക്കളും ഇവിടെ വന്നിരുന്ന ഈ പുതിയ BJP കളൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. കസേര ഇട്ടിരിക്കുന്നത് അന്നേരം തണലായിരുന്നു. എല്ലാം മാറ്റത്തിന് വിധേയമാണ് എന്ന് മാർക്സ് പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടു. അതെ എല്ലാം മാറ്റത്തിന് വിധേയമാണ്. അപ്പോ നമ്മുടെ ഈ കസേര അങ്ങോട്ട് മാറ്റിയിട്ട് സൗകര്യപ്രദമായ സ്ഥലത്ത് ഇരിക്കണം. അവിടെ നിൽക്കുന്ന നമ്മുടെ ഈ സഹാക്കളോട് ഇങ്ങോട്ട് ഇറങ്ങി വരണം. യോഗം മീറ്റിന് റാലിയും യോഗം നമ്മളൊരു വലിയ വെയിലൊക്കെ ആയതുകൊണ്ട് സമയബന്ധിതമായി നമ്മുടെ ഈ മീറ്റിന് റാലി യോഗയും പരിപാടികൾ അവസാനിപ്പിക്കും. അപ്പൊ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഖാക്കളും ഇതിനോടൊപ്പം പൂർണ്ണമായും സഹകരിച്ച് ഈ പരിപാടി വിജയിപ്പിക്കണം. അപ്പൊ ഈ യോഗ നടപടികൾ ആരംഭിക്കാൻ ഈ വേദിന റാലിയുടെ ഭാഗമായിട്ടുള്ള ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ട് ANGCയുടെ നേതാവ് സഖാവ് ബാബുരാജ് പ്രിയപ്പെട്ട സാധനങ്ങളെ ഈ ഫ്രണ്ടിൽ കുറഞ്ഞ കസേരകൾ കിടപ്പുണ്ട്. ആ ബാഗിൽ നിൽക്കുന്ന സാധനങ്ങൾ ഇവിടെ ഒന്ന് സൗകര്യമായി ഇരിക്കണമെന്ന് അറിയിക്കുകയാണ്. നമുക്ക് ഒരു മണിക്കൂറുകൊണ്ട് തന്നെ നമുക്ക് ഈ പുതിയ അവസാനിക്കും. എല്ലാ സാധനങ്ങളുമായി സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ ലോകത്ത് ഇന്ന് എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ മെയ് ദിനം സമുചിതമായി ആചരിക്കുകയാണ്. 1984 ചിക്കാഗോയിലെ ഹേ മാർക്കറ്റിൽ തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയെടുത്ത് നടന്ന സാധികാസികമായ സമരത്തിൽ അവിടുത്തെ ഭരണകൂടം നടത്തിയ നിഷ്ഠൂരമായ വിരാഗവാഴ്ചയ്ക്കെതിരെ ലോക മനസാക്ഷി ഉണർത്തിക്കൊണ്ടാണ് ലോകത്തെല്ലായിടത്തും ഈ ഇതുപോലെയുള്ള മെയ്ദിന റാലികളും പൊതുസമ്മേളനം നടക്കുന്നത്. ഈ ചടയമംഗലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ മെയ്ദിന റാലി സമാപിച്ചു. അതിനുശേഷമുള്ള പൊതുയോഗം ആരംഭിക്കുകയാണ്. ഈ പൊതുയോഗത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി CICയുടെ ഭാരവാഹിയായിട്ടുള്ള സഖാവ് ശ്രീ സന്തോഷം ക്ഷണിക്കും. നമ്മളെ യോഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ മരത്തണലിൽ കുറച്ചും കൂടി ഇങ്ങോട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നല്ല ചൂടാണ്. അതുകൊണ്ട് സമയബന്ധിതമായി ഈ റാലി സമാപിച്ചതിന് യോഗം അവസാനിപ്പിക്കണം. അതുവരെ നമ്മുടെ മുഴുവൻ സഖാക്കള് ഇതുമായി സഹകരിച്ച് ഈ തണലത്തേക്ക് മാറിയെന്ന് ഈ യോഗം വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ AITCയുടെ നേതാവ് സഖാവ് ബാബുരാജൻ, ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന CPIയുടെ സംസ്ഥാന നേതാവ് സഖാവ് ലതാദേവി, CHPന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് PK ബാലേന്ദ്രൻ, CPMന്റെ
ചടയമംഗലം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഇലിയാസ് പത്മകുമാറും CPIയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഹരീബി നായർ, അതോടൊപ്പം തന്നെ രണ്ട് പാർട്ടിയുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ATCയുടെയും CHUടെയും നേതാക്കന്മാരെ, നല്ലവരായ തൊഴിലാളി സഖാക്കളെ, നല്ലവരായ നാട്ടുകാരെ. നമുക്കറിയാം, തൊഴിൽ മേഖലയിൽ 8 മണിക്കൂർ ജോലിക്കും 8 മണിക്കൂർ വിനോദവും 8 മണിക്കൂർ വിശ്രമത്തിനു വേണ്ടി ചിക്കാഗോ തെരുവീതികളിൽ നമ്മുടെ തൊഴിലിനു വേണ്ടി തൊഴിലുറപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിയായ ധീരസഖാക്കളുടെ ദിനമായിട്ടാണ് കഴിയുന്നത് നമ്മൾ തൊഴിലാളി ദിനമായ. അങ്ങനെ നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ തൊഴിൽ മേഖല ഇപ്പോഴും ഈ രീതിയിലെങ്കിലും പിടിച്ചുപറ്റി പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഭരണത്തിലിരിക്കുന്ന ഭരണാധികാരികളെ തൊഴിൽ മേഖലയെ പറ്റി ഒന്നുമേ ഒരു ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതുമില്ല. ഉള്ള തൊഴിലെല്ലാം ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ ദിനം ഇപ്പോൾ ആഘോഷിക്കുന്നത്. അന്നേരം ആ രീതിയിൽ ഇവിടെ ഉൾക്കാടുന്ന മറ്റുള്ള എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നത് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നല്ല ചൂടായതുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷനായിരിക്കുന്ന CPIയുടെ നേതാവ്, APCയുടെ നേതാവായിട്ടുള്ള സഖാവ് ബാബുരാജൻ സഖാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച് വളരെ വിശദമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ മുൻ MLAയും CPIയുടെ സംസ്ഥാന നേതാവുമായിട്ടുള്ള സഖാവ് ആറിനെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ തുടർന്ന് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള CPIയുടെ സംസ്ഥാന നേതാവും CPMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് KK വാലയെ വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം CPMന്റെ ചടയമല ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി TS പത്മകുമാർ സഖാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. CPIയുടെ മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി ഉണ്ട് സഖാവ് ഹരീബി നായരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സഖാവ് A മുസ്തഫ, അഡ്വക്കേറ്റ് R ഉൾപ്പെടെയുള്ള CPMന്റെയും CPIയുടെയും അതോടൊപ്പം തന്നെ കടന്നൂർ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായിട്ടുള്ള സഖാവ് MK നിർമ്മല, അതോടൊപ്പം നിരവധി നേതാക്കൾ, അതോടൊപ്പം തന്നെ CHUയുടെ നേതാവ് സനൽ സാറ്, സഖാവ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ തൊഴിലാളി സഖാക്കളെയും നല്ലവരായ നാട്ടുകാരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി CPIയുടെ സംസ്ഥാന കമ്മിറ്റി ആദരപൂർവ്വം ക്ഷണിക്കുക. ഈ യോഗത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ സഖാവ് ബാബുരാജൻ, ഈ റാലിയിലും പൊതുയോഗത്തിലും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന CPI നേതാവ് സഖാവ് ബാലചന്ദ്രൻ, CPIയുടെ മണ്ഡലം സെക്രട്ടറി സഖാവ് ഹരീബി നായർ, CPIMന്റെ ഏരിയ സെക്രട്ടറി സഖാവ് പത്മകുമാർ, സ്നേഹം നിറഞ്ഞ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് നിർമ്മല, ചടയമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് മിനി, ആദരണീയനായ സഖാവ് സന്തോഷ്, പ്രിയങ്കരനായ സഖാവ് A മുസ്തഫ, CPIയുടെയും CPMന്റെയും ഏരിയ നേതൃത്വത്തിലുള്ള മണ്ഡലം നേതൃത്വത്തിലുള്ള പ്രിയ സഖാക്കളെ, സ്നേഹം നിറഞ്ഞ CIUവിന്റെയും AIUCയുടെയും നേതാക്കളായ പ്രമുഖ സഖാക്കളെ, പ്രിയമുള്ള തൊഴിലാളി സഖാക്കളെ, സഹോദരങ്ങളെ,
ചടയമംഗലം നിവാസികളെ, സ്നേഹിതരെ, ലോകമെമ്പാടും ഇന്ന് 1876 അമേരിക്കയിലെ ഉണ്ടായ വലിയ സമര മുന്നേറ്റത്തിന്റെ അനുസ്മരണം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ സംയുക്ത തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിൽ നമ്മുടെ ചടയമംഗലവും ലോക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ആക്ഷങ്ങളിൽ ഉചിതമായിട്ടുള്ള രീതിയിൽ പങ്കാളികളാകുകയാണ്. ഈ മെയിന റാലിയിലും ഉദ്യോഗത്തിലും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തൊഴിലാളി സഹോദരങ്ങളെയും സഖാക്കളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സംയുക്ത യൂണിയനുകളുടെയും പേരിൽ ഞാൻ ഊഷ്മളമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ അടക്കം സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ലോക രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അതീവ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നു, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. നമ്മുടെ സംസ്ഥാനവും അതിൽ നിന്ന് വലിയ അളവിൽ വേർതിരിഞ്ഞ് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നു എങ്കിൽ പോലും രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഫെഡറൽ സംവിധാനത്തിൽ ഇന്ത്യൻ യൂണിയന്റെ അവിഭാജ്യ ഘടകമായുള്ള സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് രാജ്യത്തെ ഗവൺമെന്റ് അനുവർത്തിച്ചു വരുന്ന ജനദ്രോഹ തൊഴിലാളിദ്രോഹ നയങ്ങളുടെയും പരിപാടികളുടെയും കെടുതികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ഇതിനെ കൂട്ടായ്മയുമായിട്ട് ലോകത്ത് തന്നെ 10-50,000 പരം ജനങ്ങളുടെ ജീവൻ ഉരുതി കൊടുത്തുകൊണ്ടുള്ള വലിയ സംഘർഷം ഗാസയിൽ നടക്കുന്നു. ഇസ്രായേലിന്റെ രക്തക്കുരുതി അവിരാമം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള വംശഹത്യയ്ക്ക് ഉടപിടിച്ചു കൊടുത്തുകൊണ്ട് പരസ്യമായിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സമീപനമാണ് എന്നുള്ളതാണ്. അതിന്റെ പിന്തുണയും പിൻബലവും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ലോകത്ത് ഇന്ന് നടക്കുന്ന വലിയ സ്ത്രീഹത്യ, ശിശുഹത്യ, അതിന് ഗാസയിൽ വിരാമമാകാൻ സാധിക്കുമായിരുന്നു. എന്നാൽ കഷ്ടകരമെന്ന് പറയട്ടെ, നമ്മൾ ഇപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരത്തിലും ലക്ഷക്കണക്കിന് വരുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അപ്രീതിക്ക് വിധേയമായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങളായി പട്ടിണിയിൽ കിടക്കുന്നു. ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആക്രമണത്തിന് ഇരയായി മാരകമായിട്ടുള്ള പരിക്കേൽക്കുന്ന സാധാരണ കുട്ടികളായിരുന്നാലും ജനവിഭാഗമായിരുന്നാലും അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഒരു മരുന്ന് പോലുമില്ലാത്ത അവസ്ഥ, നരകിക്കുന്ന അവസ്ഥ, ആശുപത്രികളിൽ ബോംബാക്രമണം, സ്കൂളുകളിൽ ബോംബാക്രമണം, ജനങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കുന്നതിന് അനുമതി കൊടുക്കാൻ തയ്യാറാകാത്ത മുതലാളിത്തത്തിന്റെ കിരാതവാഴ്ചയാണ്
തൊഴിലാളികൾ പോലും അവകാശങ്ങളെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് നേടിയ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഈ മുതലാളിത്തത്തിന്റെ കീഴിൽ തൊഴിലാളികൾ കൂടുതലായിട്ട് അമർത്തപ്പെടുമ്പോൾ ആ അവകാശങ്ങളെ തൊഴിലാളികളുടെ അവകാശങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കൂടുതൽ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ എങ്ങനെ മാതൃകാപരമായിട്ട് യോജിച്ച രീതിയിൽ നടത്താം എന്ന് തൊഴിലാളി സംഘടനകളും തൊഴിലാളികളും ആലോചിക്കുന്ന അവസരത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ലോകത്ത് സമാധാനം നിലനിന്നാൽ മാത്രമേ ജനങ്ങൾക്ക്, രാഷ്ട്രങ്ങൾക്ക്, സമൂഹങ്ങൾക്ക്, ആ സമൂഹങ്ങളിൽ അധിവസിക്കുന്ന തൊഴിലാളികളായിരുന്നാലും മറ്റിതര ജനവിഭാഗങ്ങളായിരുന്നാലും അവർക്ക് ഭാവിയെക്കുറിച്ച് ശോഭനമായിട്ടുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും കാണുവാൻ സാധിക്കൂ എന്നുള്ളതിനെ സംബന്ധിച്ച് ആ നിലയ്ക്ക് യുദ്ധത്തിന് എതിരായിട്ടുള്ള ലോകത്ത് എമ്പാടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടവരിൽ സമ്മർദ്ദം ചെലുത്തുവാൻ കഴിയുന്ന തരത്തിലുള്ള സംഘടിത ശക്തിയായി തൊഴിലാളി വർഗത്തിന് മുന്നേറുവാൻ കഴിയണം എന്ന ആനുകാലിക ലോക രാഷ്ട്രീയം നമ്മോട് പറയുകയാണ്. നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു ദേശീയ പ്രക്ഷോഭത്തിന്റെ പണിമുടക്കിന്റെ പാതയിലാണ് ഈ രാജ്യത്തെ തൊഴിലാളികൾ. ഈ മാസം തന്നെ മെയ് ദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ തന്നെ CITU-ന്റെയും AITUC-യുടെയും സ്വതന്ത്ര തൊഴിലാളി സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തില് ഈ മെയ് മാസം 20-ാം തീയതി വലിയ ഒരു പണിമുടക്കിലേക്ക് രാജ്യം നീങ്ങുകയാണ്. ആ പണിമുടക്കിന്റെ പ്രചരണാർത്ഥമുള്ള 3 പ്രാദേശിക ജാഥകൾ നമ്മുടെ സംസ്ഥാനത്ത് സംഘടിപ്പിക്കപ്പെടുവാൻ പോവുകയാണ്. ജീവിക്കുവാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തൊഴിലാളികളെ തള്ളി നീക്കിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകുവാൻ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ നിർബന്ധിതരായത് എന്ന് നമുക്ക് ഏവർക്കും അറിവുള്ളതാണ്. 8 മണിക്കൂർ ജോലിക്കായിട്ട് 19-ാം നൂറ്റാണ്ടിന്റെ 2-ാം ശതകത്തിൽ അമേരിക്കയിൽ നടന്നത് മാതിരിയുള്ള തൊഴിലാളികളുടെ പ്രക്ഷോഭങ്ങൾ വീണ്ടും ഉണ്ടായേ മതിയാകൂ. തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ അടക്കം എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ സ്ഥിതിവിശേഷങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ സംസാരിക്കുവാൻ നമുക്ക് ആർക്കും സമയമില്ല എങ്കിൽ പോലും 8 മണിക്കൂർ എന്നുള്ളത് ഒരു സ്വപ്നമായിട്ട് മാത്രം അവശേഷിക്കുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തെ തൊഴിൽ മേഖലയെയും വ്യവസായ മേഖലയും കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങൾ ആധുനിക മുതലാളിത്തത്തിന്റെ വക്താക്കളായിട്ടുള്ള ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എന്താ പറയുന്നത്, ആഴ്ചയിൽ 90 മണിക്കൂർ പ്രവൃത്തി സമയം. നീതി ആയോഗിന്റെ നമ്മുടെ രാജ്യത്തെ പ്രധാന ചുമതലക്കാരായിരുന്ന ആളുകൾ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള വിദഗ്ധന്മാരുടെ നാവിൽ നിന്നും ഇത്തരത്തിലുള്ള 90 മണിക്കൂറെന്നും 120 മണിക്കൂറെന്നും 100 മണിക്കൂറെന്നും 70 മണിക്കൂറെന്നും ഒക്കെ ആഴ്ചയിലുള്ള ആഴ്ചയിലുള്ള തൊഴിൽ ദിനങ്ങൾ അത്ര കണ്ട് വർദ്ധിപ്പിക്കണം എന്നുള്ള തരത്തിൽ ഉയർന്നു വരുന്ന വാദഗതികൾ, അത്തരത്തിലുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കുന്ന തരത്തിലേക്ക്, അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവിൽ
അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സർവമാന ശക്തിയും ഉപയോഗിച്ച് തൊഴിലാളി വർഗം എഴുന്നേൽക്കേണ്ട സമയമാണ് ഈ മെയ് ദിന ആഘോഷത്തിന്റെ വേള എന്നീ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തൊഴിലുണ്ടായിരുന്ന വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് സംഘടിത മേഖലയിൽ ആയിരുന്നാൽ പോലും അവരുടെ ഉപജീവനം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള തൊഴിൽ നിയമങ്ങൾ, കരിനിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളല്ല, അതിന് നിയമങ്ങൾ തന്നെ അതിന് രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ തൊഴിലാളികൾക്ക് സേവന വേതന വ്യവസ്ഥകൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നിർവചിക്കപ്പെട്ടിട്ടുള്ള സംവരണ വ്യവസ്ഥകളിൽ അടക്കം തന്നെ നിശ്ചിതമായിട്ടുള്ള രീതികൾ പിന്തുടർന്നിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നായിട്ട് സ്വകാര്യ മുതലാളിമാർക്ക് വിറ്റഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരായിരുന്നാലും നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളായിരുന്നാലും വിശ്വാസമർപ്പിച്ചിരുന്ന, പ്രതീക്ഷ അർപ്പിച്ചിരുന്ന വലിയ ഒരു തൊഴിൽ മേഖല അവർ കന്യമായി മാറിക്കൊണ്ട് അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിൽ കരാർ നിയമനങ്ങൾ വ്യാപകമാക്കിക്കൊണ്ട് യാതൊരു തരത്തിലുള്ള സ്ഥിരതയും തൊഴിലിലായിരുന്നാലും വേതനത്തിലായിരുന്നാലും ഇല്ലാത്ത തരത്തിൽ വലിയ ഒരു വിഭാഗം അടിമ തൊഴിലാളികളെ സൃഷ്ടിച്ചുകൊണ്ട് മുതലാളിമാരുടെ അറ്റാദായം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി നടക്കുന്നു. അതേ അവസരത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ ഗ്രാമീണ തൊഴിലാളികൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അടക്കം ബന്ധപ്പെട്ട് ഉപജീവനം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ആ തൊഴിലാളികൾ ആശ്രയിക്കുന്ന ആ ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലയെ ആകെ സ്തംഭിപ്പിക്കുന്നതിനും അതിനെ നിർവീര്യമാക്കുന്നതിനും അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനും ബഡ്ജറ്റിൽ പോലും അതിനാവശ്യമായിട്ടുള്ള തുക വകയിരുത്തുവാൻ തയ്യാറാകാതെ ഉള്ള സമീപനങ്ങളുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ഈ അവസരത്തിൽ ഒരു മരുപ്പച്ചയായിട്ട് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾക്ക് കാണുവാൻ സാധിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും ആ ഗവൺമെന്റിന്റെ തൊഴിൽ നയവുമാണ് എന്നുള്ളത് നാം ഓരോരുത്തരും തിരിച്ചറിയുകയും ആ തിരിച്ചറിവ് സാധാരണ തൊഴിലാളികൾക്കും ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നീ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല എങ്കിൽ പോലും അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന കോവിഡിന്റെ കാലയളവിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആ മേഖലയിൽ തൊഴിൽ നഷ്ടപ്പെട്ടതാണ് ഇന്ത്യാകമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ ആശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഏറ്റവും അവസാനം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അടക്കം പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് അവർക്ക് ക്ഷേമ പദ്ധതികളും ആ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷേമ ബോർഡും രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങൾക്കാകെ തന്നെ ഒരു മാതൃകയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്നുണ്ടെങ്കിൽ ഇത്തരം ഇടതുപക്ഷ ജനപക്ഷ നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചറിവ് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയും സാധാരണ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള തൊഴിലാളി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളും അതേമാതിരി തന്നെ മതേതര സ്വഭാവമുള്ള ജനാധിപത്യ സ്വഭാവമുള്ള തൊഴിലാളികളുടെ സംഘടനകളും കൂടുതൽ മുൻകൈ എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് സോഷ്യലിസം നീണാൾ വാഴട്ടെ
എന്നാശംസിച്ചുകൊണ്ട്, മെയ് ദിനം നീണാൾ വാഴട്ടെ എന്നാശംസിച്ചുകൊണ്ട് സാർവദേശീയ തൊഴിലാളി ദിനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും നല്ല ഒരു ഭാവി നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർണമായിട്ടുള്ള രാഷ്ട്രീയ മുൻകൈ, അതുമായിട്ട് മുന്നോട്ട് നമുക്ക് ഒരുമിച്ച് പോകാം സഖാക്കളെ, സുഹൃത്തുക്കളെ, തൊഴിലാളി സഹോദരങ്ങളെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സാർവദേശീയ തൊഴിലാളി ദിനാചരണവുമായിട്ട് ബന്ധപ്പെട്ട പൊതുയോഗം നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുമതിയോടുകൂടി സാഭിമാനം സസന്തോഷം നിർവഹിച്ചതായി അറിയിക്കുന്നു. വിപ്ലവ അഭിവാദ്യങ്ങൾ. തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഹ പത്മവാസാണ് ക്ഷണിക്കുന്നത്. ബഹുമാന്യായ അധ്യക്ഷൻ, CPI-യുടെ നേതാവ് സഖാവ് ബാബുരാജൻ, നമ്മുടെ ഈ യോഗം ഔപചാരിക ഉദ്ഘാടനം ചെയ്ത CPI-യുടെ സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ MLA-യുമായ സഖാവ് ആർ ലതാദേവി, CITU-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും ഹെഡ് വർക്കേഴ്സിലൂടെയും CITU-യുടെ ജില്ലാ സെക്രട്ടറിയും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ സഖാവ് PK ബാലചന്ദ്രൻ, CITU-യുടെ നേതാവ് സഖാവ് MK നിർമ്മല, സഖാവ് G സനൽ, സഖാവ് D സന്തോഷ്, CPI-യുടെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സഖാവ് ഹരി വി നായർ, സഖാവ് മുസ്തഫ സഖാവ്, CPI-യുടെ നേതാവ് സഖാവ് ബിനു, LDF-ന്റെ കൺവീനറും നമുക്കെല്ലാം പ്രിയപ്പെട്ട CPI-യുടെ നേതാവുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, സഖാവ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, സഖാവ് S സുഭാഷ് അടക്കം, സഖാവ് MM സലിം അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയമുള്ള സഖാക്കളെ, ബഹുമാന്യരെ, ഒരു ലോക തൊഴിലാളി ദിനം കൂടി കടന്നു പോവുകയാണ്. ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകർ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചു. 1886-ലാണ് ചിക്കാഗോയിലെ ഹേ മാർക്കറ്റിൽ വെടിവെപ്പ് നടക്കുകയും നിരപരാധികളായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെടുകയും ഇന്നും അതിന്റെ കനലുകൾ കെടാതെ ലോകത്തെ തൊഴിലാളികൾ ജ്വലിപ്പിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്ന വലിയൊരു അധ്യായം, വലിയൊരു ഏടാണ്. അതിനും 3 വർഷങ്ങൾക്ക് ശേഷമാണ് 1889 മെയ് മാസം 1 മുതലാണ് സാർവദേശീയ അടിസ്ഥാനത്തിൽ മെയ് ദിനം നമ്മൾ ആഘോഷിക്കുന്നു. അതിനും ഏതാണ്ട് 36 വർഷക്കാലങ്ങൾക്ക് മുമ്പ് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് മാർക്സും എംഗൽസും ലോക തൊഴിലാളി വർഗത്തെ നോക്കി ആഹ്വാനം ചെയ്തത് സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, കൈച്ചങ്ങലകൾ മാത്രം, നേടാനോ
പുതിയൊരു ലോകമാണ്. അതിനുശേഷം 36 വർഷം പിന്നിടുമ്പോഴാണ് ഏതാണ്ട് 3.5 ലക്ഷത്തിലേറെയുള്ള ആളുകൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 3.5 ലക്ഷത്തിലേറെ ആളുകൾ ഹേമാർക്കറ്റിൽ സംഘടിക്കുകയും സമാധാനപരമായി അവിടെ നടന്ന ആ യോഗത്തിലേക്ക് ഒരു അജ്ഞാതൻ ബോംബെറിയുന്നു. അതിനെ തുടർന്ന് പട്ടാളത്തിന്റെ വെടിവെപ്പ് നടക്കുന്നു. നിരപരാധികളായിട്ടുള്ള ആളുകൾ മരിച്ചു വീഴുന്നു. ഇതാണ് ആ സംഭവം. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ചെറുതായി സൂചിപ്പിച്ചു. വ്യവസായ വിപ്ലവം ആരംഭിക്കുകയാണ്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യവുമല്ല. ആ വ്യവസായ വിപ്ലവത്തിന്റെ ഉപോൽപ്പന്നമാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രക്രിയ. ആ സമീപനം ലോകത്ത് വളർന്നു വന്നത് മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ ബൈ പ്രോഡക്റ്റുകളിലൊന്നാണ്. അടിമകൾക്ക് സമാനമായി തൊഴിലാളികളെക്കാൾ 18-20 മണിക്കൂറോളം അല്ലെങ്കിൽ അതിലേറെ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുക, അവർക്ക് നാമമാത്രമായി മാത്രം വേതനം കൊടുക്കുക, പലപ്പോഴും അത് പൈസയായിട്ടോ ഡോളറായിട്ടോ ഒന്നും കൊടുക്കാതെ മറ്റു തരത്തിലുള്ള ആഹാരമായിട്ടൊക്കെ കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോ സഹികെട്ടപ്പോ ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം ലോക തൊഴിലാളി വർഗം അനുഭവിച്ച കൊടിയ പീഡനങ്ങളുടെയും ക്രൂരതകളുടെയും പരിണിത ഫലമാണ് ഹേമാർക്കറ്റിൽ നടന്ന ആ വലിയ യോഗവും അതിനെ തുടർന്ന് നടന്ന കൂട്ടക്കൊലയുമല്ല. സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലാണ് അത് അധിഷ്ഠിതമായിട്ടുള്ളത്. യുദ്ധമില്ലാതെ സാമ്രാജ്യത്തിന് നിൽക്കാൻ കഴിയില്ലെന്ന് ലോകത്തെ ചിന്തിക്കുന്ന മനുഷ്യരെല്ലാം പലപ്പോഴായി പല സാഹചര്യങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം, UN-ഉം അമേരിക്കയും ഒന്ന് വിചാരിച്ചാൽ മണിക്കൂറുകൾ മതിയായി യുദ്ധം അവസാനിപ്പിക്കാൻ. ഇന്ത്യക്കാരടക്കമുള്ള പലരും അവിടെ പോയി പട്ടാളത്തിലെ സേവനത്തിനെന്നെല്ലാം പറഞ്ഞു കൊണ്ടുപോയി അവരെല്ലാം അതിനകത്ത് പലരും മരിച്ചു വീഴുകയാണ്. ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ആയുസിന്റെ വലിപ്പം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട് തിരിച്ച് നമ്മുടെ രാജ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് മാത്രം കണ്ടാൽ മതി. അതൊരു വശം. അതിനുശേഷം നടക്കുന്ന ബാക്കി ലോകത്ത് പല രാജ്യങ്ങളിലും നടക്കുന്ന സംഭവവാസങ്ങളെ കുറിച്ചുകൂടെ സൂചിപ്പിച്ചു. ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ഇസ്രായേലും പലസ്തീനുമായി നടക്കുന്ന പ്രശ്നങ്ങൾ, കൊച്ചു കുട്ടികളെല്ലാം വാവിട്ട് കരയുന്നത് കാണുമ്പോ, പത്രത്തിൽ കൂടെ മാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കണ്ണു നിറയുന്ന, നെഞ്ചു പിടയുന്ന അങ്ങേയറ്റം ഗുരുതരമായ പ്രശ്നങ്ങൾ, മനുഷ്യ കുരുതികൾ ഈ സാമ്രാജ്യത്വത്തിന്റെ പേരിൽ ലോകത്തടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഏറ്റവും അവസാനം ഈ മാസം 22-ാം തീയതി കാശ്മീരിലെ ബൈസരൻ വാലിയിൽ 26 ആളുകൾ കൊല്ലപ്പെട്ട ആ ഭീകരാക്രമണത്തിൽ ഉപയോഗിച്ച തോക്കുകൾ അമേരിക്കയുടേതാണെന്ന് കണ്ടെത്താൻ വേറെ റിസർച്ച് ഒന്നും നടത്തേണ്ടി വന്നില്ല. ഒറ്റയടിക്ക് തന്നെ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക് അത് അമേരിക്കയുടെ ആയുധങ്ങളാണ് ഈ തീവ്രവാദികൾ ഉപയോഗിച്ചതെന്ന് വളരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചു. ഇതാണ് ലോകത്ത് നടക്കുന്ന സാമ്രാജ്യത്വം, ലോകത്ത് അടിച്ചേൽപ്പിക്കുന്ന നമ്മുടെ മണിപ്പൂരിലടക്കം വിദേശ രാജ്യങ്ങളുടെ കൈകടത്തലും ഇടപെടലുമുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമാണ്. ലോകത്ത് നടക്കുന്ന തങ്ങൾക്കിഷ്ടപ്പെടാത്ത പല രാജ്യങ്ങളിലെയും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോ, പൊതു തെരഞ്ഞെടുപ്പുകൾ വരുമ്പോ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അവിടെയെല്ലാം വഴിവിട്ട് ഇടപെടുന്നതിന്റെ കഥകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. സാമ്രാജ്യത്വത്തിന്റെ ഇടപെടൽ ലോക തൊഴിലാളി വർഗത്തിന്റെ എല്ലാ അർത്ഥത്തിലും അവരുടെ ജീവിതത്തെ തകർക്കുന്ന തരത്തിലുള്ള റിസർച്ചുകൾ നടത്തി എടുക്കുന്ന തീരുമാനങ്ങൾ തൊഴിലാളി വർഗത്തിന് മേൽ നടപ്പിലാക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ മറുവശം ലോകത്തെ മുതലാളി വർഗം, സാമ്രാജ്യത്വ ശക്തികൾ അങ്ങേയറ്റം ഗുരുതരമായ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള ഒരു സത്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുദ്ധങ്ങളെല്ലാം കെടാതെ സൂക്ഷിക്കാനും തങ്ങളുടെ രാജ്യത്ത് തങ്ങളുടെ ഏറ്റവും വലിയ വരുമാന മാർഗമായ യുദ്ധോപകരണങ്ങൾ വിറ്റഴിക്കാനുള്ള മാർക്കറ്റുകളുടെ വലിപ്പം കൂട്ടുന്ന കാര്യത്തിൽ പരസ്പരം മത്സരിക്കുന്നതിനും ഈ സാമ്രാജ്യ ശക്തികളെല്ലാം
നേതൃത്വം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയുമില്ലാതെ അമേരിക്ക അക്കാര്യത്തിലെല്ലാം വളരെ സുത്യർഹമായ സേവനം ലോക ജനതയുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരവസരത്തിൽ കൂടെയാണ് നമ്മുടെ ലോകം കടന്നു പോകുന്നത്. നമ്മുടെ രാജ്യത്തെ അവസ്ഥ എന്താണ്? നമ്മൾ വർത്തമാനം പറയും 29 തൊഴിൽ നിയമങ്ങളെല്ലാം 4 ലേബർ കോഡുകളാക്കി മാറ്റി, മറ്റതാക്കി മറിച്ചതാക്കി. അവസാനം വന്നപ്പോ കാശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സൈന്യത്തിന്റെ എണ്ണം ഒന്ന് പരിശോധിച്ചപ്പോ എന്താണ് പറയുന്നത്? ഓഫീസർമാർ തന്നെ ഏതാണ്ട് 8000-ലേറെ ആളുകളുടെ കുറവുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം പട്ടാളക്കാരുടെ കുറവ് ഇന്ന് ഇന്ത്യൻ പട്ടാളത്തിലുണ്ട്, ഇന്ത്യൻ ഡിഫൻസിലുണ്ട്. ഇതാണ് അവസ്ഥ. എല്ലാ അർത്ഥത്തിലും സർക്കാർ തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള ആനുകൂല്യം നിഷേധിക്കുന്നു. നിയമനങ്ങൾ നടത്താതെ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നു. ഇന്ത്യൻ റെയിൽവേ ലക്ഷക്കണക്കിന് തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ ലോക്കോ പൈലറ്റുമാര് മാസങ്ങളായി സമരം നടത്തുകയാണ്. അവിടെ നിയമനം നടത്തത്തില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്താണ്? ലോകത്ത് കോർപ്പറേറ്റുകളെ, മുതലാളിമാരെ, അതിസമ്പന്നരായിട്ടുള്ള ആളുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ഫാക്ടറിയായി നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യ മാറി എന്ന് പറയാൻ നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങളില്ല. പക്ഷേ ലോക രാജ്യങ്ങൾ അത് പറയുന്നുണ്ട്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ അദാനിയുടെയും അംബാനിയുടെയും എല്ലാം ചൊൽപ്പടിക്ക് നിൽക്കുന്ന, അവരെല്ലാം മുതൽ മുടക്കിയിട്ടുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങൾ നരേന്ദ്രമോദിക്കെതിരായി സംസാരിക്കുന്നില്ല, കേന്ദ്ര ഗവൺമെന്റിനായി സംസാരിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അങ്ങേയറ്റം ഗൗരവതരമായ പ്രശ്നങ്ങൾ പോലും പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക്, അവരുടെ മുന്നിലേക്ക് എത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മുടെ നാട്ടിലുണ്ട്. തെരഞ്ഞെടുപ്പുകളെ പോലും അട്ടിമറിക്കാനുള്ള കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ഗവൺമെന്റ്, ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാതിരിക്കുന്നവർ, നന്നായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം 1, 2 എണ്ണി പ്രയോറിറ്റൈസ് ചെയ്ത് ഏറ്റവും ലാഭത്തിൽ ഓടുന്ന പൊതുമേഖലാ സ്ഥാപനം ഒന്നാമതായി വിറ്റഴിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് അതിനേക്കാൾ ശക്തമായി തുടരുന്ന ഇന്ത്യയിലെ ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഭരണം, ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ എവിടെ കൊണ്ടെത്തിക്കും? രാജ്യത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ നിയന്ത്രണങ്ങളും കഴിഞ്ഞ് ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യും. വലിയ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് പറയുമ്പോ വളരെ ബുദ്ധിപൂർവ്വം ഈ രാജ്യത്ത് ജാതിയുടെയും മതത്തിന്റെയും എല്ലാം അടിസ്ഥാനത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിടും. ഗുജറാത്തിൽ നടന്ന കലാപമടക്കം ഈ രാജ്യത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രക്ഷോഭങ്ങളെല്ലാം സർക്കാർ, BJP സർക്കാർ സ്പോൺസർ ചെയ്ത അരുംകൊലകളായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്ക് പറയാം. എന്തിന് നിങ്ങളതെല്ലാം ചെയ്യുന്നു? പാവപ്പെട്ട മനുഷ്യരെ നിങ്ങൾ എന്തിന് കുരുതി കൊടുക്കുന്നു? മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഘടിപ്പിക്കുന്നു എന്ന് ചോദിച്ചതിനാണ് കലബുർഗിയെ വെടിവെച്ച് കൊല്ലുന്നത്. ഒരു വലിയ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു, അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുവരും ഒരു മനസാക്ഷിക്കുന്നുമില്ലല്ലോ. അത്തരത്തിൽ എത്രയോ പേരെ. ഇതാണ് നമ്മുടെ രാജ്യം. ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോ ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഇന്ത്യയുടെ വളർച്ച തടയുന്നെങ്കിൽ തടയട്ടെ, തടയപ്പെടുന്നെങ്കിൽ തടയട്ടെ, ഇന്ത്യ ചിഹ്ന ഭിന്നമാകുന്നെങ്കിൽ ആകട്ടെ, നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ഭരണം മതി എന്ന് ചിന്തിക്കുമ്പോ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ച് കൂടി നമ്മളൊന്ന് ചിന്തിക്കുകയും ഒരു താരതമ്യം നടത്താൻ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് ഈ രാജ്യത്തിനാകെ മാതൃകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രളയം വന്നു, കോവിഡ് വന്നു, നിപ്പ വന്നു. ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആരെയെങ്കിലും നമ്മൾ മാറ്റി നിർത്തിയോ? അവരുടെ ജാതി അറിയണ്ട, മതം അറിയണ്ട, ഒന്നും അറിയണ്ട. അവരെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു അസുഖമെല്ലാം മാറ്റി 5 പൈസ ചെലവില്ലാതെ തിരിച്ച് നമ്മുടെ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്ന് അവരുടെ വീടുകളിൽ എത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം. 62 ലക്ഷം ആളുകൾക്ക് ഒരു മുടക്കവും കൂടാതെ ഇടയ്ക്ക് വെച്ചിട്ട് ചില കൊച്ചു കൊച്ചു മുടക്കങ്ങളും പ്രശ്നങ്ങളും 2-3 മാസത്തെ കുടിശ്ശികയൊക്കെ വന്നപ്പോൾ വലിയ വിപ്ലവങ്ങളാണ് നമ്മുടെ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. കുടിശ്ശികയില്ലാത്ത അവസ്ഥയിലേക്ക് 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്ന കേരളത്തിലെ ഭരണ സംവിധാനത്തെ പുകഴ്ത്തിക്കൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വാക്ക് പറയാൻ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ തയ്യാറാകുന്നുണ്ടോ? അതാണ് വ്യത്യാസം. എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും, എന്ത് രാജ്യദ്രോഹം കാണിച്ചാലും, ഈ രാജ്യത്തിനെതിരെയുള്ള ഏത് തരത്തിലുള്ള വൃത്തികേടുകൾ സ്പോൺസർ ചെയ്താലും കേന്ദ്ര ഗവൺമെന്റിനെതിരായി കമാന്നൊരു അക്ഷരമില്ലാത്ത മാധ്യമങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് മാത്രമല്ല, ഏറ്റവും നന്നായി ടാർ ചെയ്തിട്ടേക്കുന്ന റോഡുകളെല്ലാം
ഏതെങ്കിലും ഒരു 2-3 കട്ടർ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം കൃത്യമായി വീഡിയോയിലെടുത്ത് അതെല്ലാം സോഷ്യൽ മീഡിയയിലടക്കം മാധ്യമങ്ങളടക്കം പോസ്റ്റ് ചെയ്യും. ഇതാണ് കേരളം, ഇതാണ് കേരളത്തിന്റെ റോഡുകളുടെ അവസ്ഥ എന്ന് ദുർവ്യാഖ്യാനം നടത്തുന്ന ആളുകൾ അപ്പുറത്ത് ഈ തോന്നിവാസങ്ങൾക്കെല്ലാം കുടപിടിക്കുന്നവരാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ കണ്ടറിയണം. നമ്മൾ ഒരു ലോക തൊഴിലാളി ദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ദിനത്തിന്റെ പ്രത്യേകതയെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. തൊഴിലാളി വർഗം 20-ാം തീയതി അടുത്ത ഐതിഹാസികമായ ഒരു സമരത്തിലേക്ക് പോവുകയാണ്. ആ സമരത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ചെല്ലാം ഇവിടെ ചുരുക്കിയെങ്കിലും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ 1886 കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സൗഭാഗ്യങ്ങളും സുഖങ്ങളും കാര്യങ്ങളും ഒന്നും സ്വപ്നം കാണാൻ പോലും ഒരു തൊഴിലാളിക്ക് കഴിയത്തില്ല. 8 മണിക്കൂർ ജോലിയെന്നും 8 മണിക്കൂർ വിശ്രമമെന്നും 8 മണിക്കൂർ വിനോദമെന്നും എല്ലാം പറയുമ്പോൾ അത് അവരുടെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഇന്നതല്ല. 8 മണിക്കൂർ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ലോകത്ത്, നമ്മുടെ രാജ്യത്തെല്ലാം സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ നരേന്ദ്രമോദി 2014 തിരിച്ചു വന്നതിന് ശേഷം അതെല്ലാം ഘട്ടം ഘട്ടമായി ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക്, വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥയിലേക്ക്, തൊഴിലാളികളുടെ അവകാശങ്ങൾ നിയമങ്ങളിലൂടെ ഹനിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ തൊഴിലാളി വർഗത്തെ എത്തിക്കുമ്പോൾ അതിനെതിരായ ശക്തമായ സമര പോരാട്ടങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തെ കോടിക്കണക്കായ തൊഴിലാളികൾ നീങ്ങും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നായി മാറും നമ്മുടെ 20-ാം തീയതി സംഘടിപ്പിക്കാൻ പോകുന്ന വലിയ പ്രക്ഷോഭം എന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും ഈ യോഗത്തിന്റെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചൊല്ലുന്നു. അഭിവാദ്യങ്ങൾ. നമ്മുടെ പൊതുയോഗം എത്രയും പെട്ടെന്ന് തന്നെ സമാപിക്കുന്നതാണ്. ഈ യോഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി CITയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് MK നിർമ്മലയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട തൊഴിലാളി സഹോദരി സഹോദരന്മാരെ, മെയ് ദിനം 1886 മെയ് മാസം 1-ാം തീയതി മുതൽ നമ്മൾ ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾ 8 മണിക്കൂർ ജോലിക്കും 8 മണിക്കൂർ വിശ്രമത്തിനും 8 മണിക്കൂർ ഉറക്കത്തിനും എന്ന രീതിയിലേക്കുള്ള സമരത്തിൻ്റെ വിജയം നമ്മൾ നേടിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് മെയ് ദിനം നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് എന്നെല്ലാം പറയുന്നെങ്കിലും ഇന്ന് ആ തൊഴിലാളികൾക്ക് 12 മണിക്കൂർ 14 മണിക്കൂർ ജോലി ആക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഭരണാധികാരികൾ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ന്. അതും തൊഴിലാളികൾക്ക് അതെല്ലാം തന്നെ രക്ഷപ്പെടുത്തി എടുത്തുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ഉള്ള വലിയൊരു സമരമാണ് മെയ് 21-ന് മെയ് 20-ന് നമ്മൾ രാജ്യത്താകെയുള്ള വലിയ ഒരു തൊഴിലാളികളുടെ പണിമുടക്ക് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ആ പണിമുടക്ക് വൻപിച്ച വിജയമാക്കുന്നതിനും ഈ തൊഴിലാളികൾ എല്ലാവരും കൂടി ശ്രമിച്ചുകൊണ്ട് നമുക്ക് വൻപിച്ച വിജയമാക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റ വാക്കിൽ തന്നെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദനങ്ങൾ. മെയ് ദിന റാലിയുടെയും പൊതുസമ്മേളനത്തിന്റെയും തത്സമയ സംരക്ഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ സംസാരിച്ച